വയനാട് മാനന്തവാടി കുറ്റ്യാടി റോഡിൽ നിരവിൽ പുഴയ്ക്ക് സമീപം വെള്ളം കയറി ഗതാഗത തടസ്സം നേരിടുന്നു. മീനങ്ങാടിയിൽ മണ്ണൊഴുകി. ഈ ചളിയിൽ അകപ്പെട്ട അമ്പലപ്പാടി ദേശീയപാതയിൽ KSRTC സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. വിവരങ്ങളുമായി കമൽ ചേരുന്നു. സ്വിഫ്റ്റ് ബസ് എങ്ങനെയാണ് കമൽ അപകടത്തിൽപ്പെട്ടത്? അവിടെ അപകടത്തിൽ നിന്നും യാത്രക്കാർ നിറയെ ഉണ്ടായിരുന്നോ? പെട്ടെന്ന് രക്ഷപ്പെടുത്താനൊക്കെ കഴിഞ്ഞോ? മോത്തി, ഇത് രാവിലെയാണ് സംഭവം ഉണ്ടായത്. അമ്പലപ്പടി കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ അമ്പലപ്പടിയിൽ ദേശീയപാതയിലേക്ക് ചെളി ഒഴുകി വന്നതാണ്. നേരത്തെ JCB ഉപയോഗിച്ചൊരു കുന്നിടിച്ച ഭാഗത്തു നിന്ന് ചെളി ഒഴുകി വന്നതിനെ തുടർന്നാണ് ആ ബസ് അപകടത്തിൽപ്പെട്ടത്. ബസ് റോഡിൽ നിന്ന് തെന്നി മാറിയതേയുള്ളൂ. കാര്യമായ അപകടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ സമയത്ത് റോഡിൽ ചെളി ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി ആ ചെളി വെള്ളമടിച്ച് കളയുകയായിരുന്നു. മറ്റെന്തെങ്കിലും ദുരിതങ്ങൾ ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ കമൽ? മോത്തി, വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. പനമരം ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. പനമരം ടൗണിനടുത്ത് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ രീതിയിൽ വീടുകളിലും ഒക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. കനത്ത മഴയാണ് രാവിലെ 9 മണി മുതൽ ഈ പ്രദേശത്ത് പെയ്തത്. പനമരം നടവയൽ റോഡിന് സമീപത്തൊക്കെ വീടുകളുടെ നിരപ്പിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ചീക്കല്ലൂർ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ചീക്കല്ലൂർ പാടശേഖരത്തിൽ നിന്നുള്ളതാണ്. പാടശേഖരം മുഴുവൻ വെള്ളം കയറിയ നിലയിലാണ് ഇപ്പോഴുള്ളത്. കമൽ, അവിടെ നിന്നൊരു കുടുംബത്തെ വളരെ തലനാരിഴയ്ക്ക് അവരെക്കുറിച്ച് ഒന്ന് പറയൂ. കാരണം ആശങ്കയോടുകൂടി, വളരെ ഭീതിയോടുകൂടി മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാനാവുള്ളൂ. വള്ളിയൂർക്കാവിന് സമീപത്ത് നിന്നാണ് ഇതര സംസ്ഥാന കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. അവിടെ വാടക വീടിന് ചുറ്റും വെള്ളം കയറിയതിനെ തുടർന്ന് ഈ കുടുംബം ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അവരെ മുകളിലെ നിലയിൽ എത്തിച്ചാണ് അവിടെ നിന്ന് JCB ഉപയോഗിച്ചാണ് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. എന്തായാലും വളരെ സുരക്ഷിതമായി തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. JCB കൊണ്ടുവന്ന മുകളിലത്തെ നിലയിൽ നിന്ന് ഈ കുടുംബത്തെ ഇറക്കുകയായിരുന്നു. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണത്. ഈ വള്ളിയൂർക്കാവ് മേഖലയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന മേഖലയാണ്. മാനന്തവാടി പുഴയോട് ചേർന്ന പ്രദേശങ്ങളാണ്. താഴ്ന്ന വയലും അതുപോലെയുള്ള പ്രദേശങ്ങളുമാണ്. അവിടെയാണ് ഇത്തരത്തിൽ വാടക വീട്ടിന് ചുറ്റും വെള്ളം കയറി ഇവർ ഒറ്റപ്പെട്ടത്. ഇവരെ അവിടെ നിന്ന് JCB ഉപയോഗിച്ച് സുരക്ഷിതമായി ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു. മോത്തി, ശരി കമൽ, ശക്തമായ മഴയാണ് വയനാട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബത്തിനെ അതിസാഹസികമായി രക്ഷിച്ച് അവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞു. ഒറ്റപ്പെട്ട കുടുംബമായിരുന്നു. മഴയിൽ ചുറ്റും വെള്ളം കെട്ടിയതിനെ തുടർന്നാണ് ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. അവർക്ക് അതിന് പേടിയൊന്നുമില്ല. ഓക്കെ, ഇറക്കി കൊടുക്കേ. പോരട്ടെ പോരട്ടെ പോരട്ടെ, ആരാംസെ ആരാംസെ ആരാംസെ. വയനാട് ശക്തമായ മഴയാണ് തുടരുന്നത്. വയനാട് മാനന്തവാടി കുറ്റ്യാടി റോഡിലൊക്കെ നിരവിൽ പുഴയ്ക്ക് സമീപത്ത് വെള്ളം കയറി ഗതാഗത തടസ്സമടക്കം ഉണ്ടായി. മീനങ്ങാടിയിലും മണ്ണൊഴുകി. ഈ ചളിയിൽ അകപ്പെട്ട അമ്പലപ്പാടി ദേശീയപാതയിൽ KSRTC സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു. ആശ്വാസം എന്ന് പറയാം, ആർക്കും അപകടങ്ങൾ ഒന്നുമില്ല. എല്ലാവരും സുരക്ഷിതരാണ്. ഒറ്റപ്പെട്ടു പോയ കുടുംബത്തെ അടക്കം രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ ഇടവിട്ടുള്ള മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത്. പല സ്ഥലത്തും തോർച്ചയേ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇടയ്ക്ക് 10-15 മിനിറ്റ് തോർച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ പെയ്യുന്നതായാണ് അവിടെ നിന്ന് കമലും റിപ്പോർട്ട് ചെയ്യുന്നത്.